ഈ നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴേ 1999 സി രാജേഷിന്റെ നേതാവായിരുന്നു സി കെ നയനാര്. അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയും. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ശിവദാസ മേനോനാണ് എക്സൈസിന്റെ കൂടി ചുമതല. അദ്ദേഹം ധനകാര്യമന്ത്രി കൂടിയായിരുന്നു. ഒരിക്കൽ എക്സൈസിന്റെ ചുമതല. അന്ന് ഗവൺമെന്റ് എടുത്ത ഒരു നയം, അതായത് 98 പുതിയ മദ്യശാലകൾ ഇതുപോലെ ബ്രൂവറികളും ഡിസ്റ്റിലറികളും തുടങ്ങാനായി ഗവൺമെന്റ് ഒരു അപേക്ഷ ക്ഷണിക്കുമ്പോൾ ഒരു അപേക്ഷകരുടെ ഒരു തള്ളിക്കയറ്റമാണ്. ആ തള്ളിക്കയറ്റം വന്നതിന് ശേഷം നയനാർ സർക്കാർ തന്നെ ഇതിങ്ങനെ തുടരണമോ അല്ലെങ്കിൽ പുതിയത് അനുവദിക്കണമോ എന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടി അവർ തന്നെ ഒരു സമിതിയെ വെക്കുകയും അതോടൊപ്പം തന്നെ ഈ വിഷയം മന്ത്രിസഭയിലൊക്കെ ചർച്ച ചെയ്തതിന്റെ ഫലമായിട്ട് ഉത്തരവ് നമ്പർ RT 689/99 ആയി ആ ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം അത് നയപരമായ ഒരു തീരുമാനമാണ്. അത് ഗവൺമെന്റിന്റെ ഒരു കേവലം ഓർഡർ മാത്രമല്ല, ഒരു നയപരമായ തീരുമാനം. ആ തീരുമാനത്തിന്റെ കണ്ടന്റ് എന്താണ്? ഇനി കേരളത്തിൽ പുതിയ ബ്രൂവറികളും ഡിസ്റ്റിലറികളും ആരംഭിക്കേണ്ടതില്ല. കഴിഞ്ഞ 25 കൊല്ലമായി ആ ഉത്തരവ് തുടർന്നു വരികയാണ്, അല്ലെങ്കിൽ ആ നയപരമായി എടുത്ത് തീരുമാനം തുടർന്നു വരികയാണ്. അതിനുശേഷം എത്രയോ മുഖ്യമന്ത്രിമാർ വന്നു. നയനാർ പോയതിനു ശേഷം ആന്റണി വന്നു, ഉമ്മൻചാണ്ടി വന്നു, VS അച്യുതാനന്ദൻ വന്നു. വീണ്ടും 2016 ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വന്നു. അദ്ദേഹവും ഏതാണ്ട് ഇപ്പൊ 8.5 കൊല്ലത്തോളം ഭരണമായി. ഈ കാലഘട്ടത്തിൽ ഒന്നും 2018 ഇവർ തന്നെ വ്യത്യസ്തമായ ഒരു തീരുമാനം ഉണ്ടായി, ഞാൻ അങ്ങ് വരുന്നു. പക്ഷേ 25 കൊല്ലമായി കേരളത്തിൽ പുതുതായി ബ്രൂവറികളോ അല്ലെങ്കിൽ അത്തരത്തിൽ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന ശാലകളോ തുടങ്ങണ്ട എന്നുള്ള ഒരു നയപരമായ തീരുമാനത്തിന് അതിൽ നിന്ന് മാറുവാനുള്ള എന്ത് രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്? ചോദ്യം നമ്പർ 1. ഇനി ഇദ്ദേഹം പറയുന്ന ഒരു ഇന്നത്തെ ആരോപണം ഇല്ലെങ്കിൽ പറയുന്നത് 39 കോടി ലിറ്റർ 39.55 കോടി ലിറ്റർ സ്പിരിറ്റ് അല്ലെങ്കിൽ എന്താ പറഞ്ഞ എഥനോൾ ഇത് പുറത്തുനിന്ന് കൊണ്ടുവരുന്നു. അതുകൊണ്ട് ഇവർക്ക് കൊടുക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ ചാർജ്. ഞാൻ വളരെ ലഘുവായ ഒരു ചോദ്യം ജമീഷ ഇവിടെ ചോദിക്കുന്നു. കേരളത്തിന് ആവശ്യമായ പഴം, പച്ചക്കറി, പലവ്യഞ്ജനം, അരി ഇത് മുഴുവൻ കൊണ്ടുവരുന്നത് ആന്ധ്ര, കർണാടക, തമിഴ്നാട്ടിൽ നിന്നാണ്. ഞാൻ ഈ ഇത്രയും വലിയ ഒരു കമ്പനി മദ്യം ഉൽപ്പാദിപ്പിക്കാൻ ഇവർക്ക് അനുമതി കൊടുക്കുന്ന ഈ ഗവൺമെന്റിനോട് ചോദിക്കുന്നു. എന്നാൽ കേരളത്തിന് ആവശ്യമായ നെല്ല് ഉൽപ്പാദിപ്പിക്കാൻ, കേരളത്തിന് ആവശ്യമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ, കേരളത്തിന് ആവശ്യമായ പലവ്യഞ്ജനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ആളുകളെയും കമ്പനികളെയും ക്ഷണിച്ച് അത് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ആന്ധ്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വരുന്ന ലോറി കൂലി നമ്മൾ കൊടുക്കേണ്ട കാര്യമുണ്ടോ? ആ ലോറി കൂലി കേരളത്തിൽ ലാഭിക്കാമല്ലോ, കേരളത്തിലെ ജനങ്ങൾക്ക് ലാഭിക്കാമല്ലോ. ഇതൊക്കെ കേവലം ഒരു വരട്ട് തത്വശാസ്ത്രങ്ങളും വരട്ട് തത്വന്യായങ്ങളുമാണ്. വാഹനക്കൂലി കൊടുക്കുന്നു എന്നുള്ളത്. ഇവിടെ ജമീഷ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷത്തിന്റെ 2016 പ്രകടന പത്രിക, ആ പ്രകടന പത്രികയിലെ വകുപ്പുകളൊക്കെ ഇവിടെ ഡോക്ടർ സമ്പത്ത് സാർ ഇരിക്കുന്നു, MP, അദ്ദേഹം അത് വായിച്ചിട്ടുള്ള, ഇപ്പോഴും അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിൽ അത് ഉണ്ടാവും. എന്തായിരുന്നു അന്നത്തെ പ്രകടന പത്രികയിൽ അവർ പറഞ്ഞിരിക്കുന്നത്? പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ മദ്യ നിർമ്മാർജ്ജനത്തിനുള്ള നടപടികൾ സ്വീകരിക്കും. ഇനി ഞാൻ പ്രകടന പത്രിക ചിലപ്പോൾ എല്ലാവരും വായിച്ചിട്ടുണ്ടാകത്തില്ല. ആനന്ദപത്മനാഭ സാറും ഞങ്ങളും ഒക്കെ രാഷ്ട്രീയക്കാരായതുകൊണ്ട് അവരുടെ പ്രകടന പത്രിക ഞങ്ങൾ വായിക്കും. പക്ഷെ പൊതുജനം വായിച്ചിട്ടില്ല. പക്ഷെ പൊതുജനം കണ്ട ഒരു കാര്യമുണ്ട്. 2016 തെരഞ്ഞെടുപ്പ് പരസ്യം. 2 സിനിമാ താരങ്ങൾ, ഞാൻ അങ്ങേ ഓർമ്മപ്പെടുത്തുന്നു, 2 പേരും ഒന്നും ജീവിച്ചിരിപ്പില്ല. ഒന്ന് KPSC ലളിതയും ഒന്ന് C ഇന്നസെന്റും. ഇവർ 2 പേരും അഭിനയിച്ച ഒരു മദ്യത്തെ കുറിച്ചുള്ള ഒരു പരസ്യമുണ്ട്. എന്തായിരുന്നു? നുണ പറയുന്നവരെ തിരിച്ചറിയുക. LDFന്റെ പ്രഖ്യാപിത നയം മദ്യവർജനമാണ്. എങ്ങനെ മദ്യവർജനം? മദ്യത്തിന്റെ ലഭ്യത കുറച്ചു കൊണ്ടുവന്ന് മദ്യവർജനം നടപ്പിലാക്കാനുള്ള ഇടതുപക്ഷ ഗവൺമെന്റിന്റെ തീരുമാനം. അപ്പോ അതിനെ ചോദ്യം ചെയ്യുന്നവര്, നുണ പറയുന്നവരെ തിരിച്ചറിയുക. എന്നിട്ട് LDF വരും, എല്ലാം ശരിയാകും. ഈ പരസ്യം ഇന്നസെന്റിന്റെ പരസ്യവും അതുപോലെ തന്നെ KPSC എഴുതി 2 പേരും ഇവിടെ ജീവിച്ചിട്ടില്ല. പക്ഷെ അങ്ങയുടെ സ്റ്റുഡിയോയിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ പരസ്യം ഇപ്പോഴും നമ്മുടെ സ്റ്റുഡിയോയിൽ അതിന്റെ മാറ്റർ ഉണ്ടാവും. ഇടയ്ക്കൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇടതുപക്ഷത്തിന്റെ 2016 പ്രഖ്യാപിത നയമാണ്. കേരളത്തിൽ പടിപടിയായി ഘട്ടം ഘട്ടമായി മദ്യവർജനമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് നുണ പറയുന്നവരെ തിരിച്ചറിയുക, LDFനെ വിജയിപ്പിക്കുക, എല്ലാം ശരിയാകും. ഞാൻ ജമീഷ ചോദിക്കുന്നു, ഞങ്ങൾ അധികാരത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ, ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ, ഇനി കാരണങ്ങൾ എന്തുമാകട്ടെ, ഞങ്ങൾ 10 5 സ്റ്റാറും 17 4 സ്റ്റാർ 3 സ്റ്റാർ അങ്ങനെ 27 എണ്ണവേ എന്താ പറഞ്ഞ ബാറുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് 836 ആയി മാറിയിരിക്കുകയാണ്. ബിവറേജസിന്റെ ഔട്ട്ലെറ്റുകൾ ഇല്ലാത്ത സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിൽ ഇല്ലാതായിരിക്കുന്നു. ഇതുപോലെ കേരളത്തിലേക്ക് മദ്യം ഒഴുകിക്കൊണ്ട് ഇവിടെ മദ്യവർജനത്തെ കുറിച്ച് പ്രസംഗിക്കുന്ന ആളുകൾ
ഇത് കേരളത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണോ ഇവർ പ്രസംഗിക്കുന്നത്? അല്ല, കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഈ ഈ പുതിയ നടപടികൾ. ഇനി ഞാൻ അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് ഒരു ഒറ്റ കാര്യത്തിൽ വരികയാണ്. അതായത് ക്ഷമിക്കണം, അങ്ങ് ചോദിച്ച ചോദ്യം ഇവിടെ ഈ ഇന്നിപ്പോ മന്ത്രി രാജേഷിന്റെ പ്രസ്താവന ഇന്നലെ ഉണ്ടായി, ഈ ഗവൺമെന്റിന്റെ മദ്യനയം മാറുന്നു. മദ്യം മാറിക്കോട്ടെ, ആർക്കും തർക്കമില്ല. പക്ഷെ മദ്യനയം മാറുന്നതിനനുസരിച്ച് പാലക്കാട് എലപ്പുള്ളിയിൽ ബ്രൂവറി തുടങ്ങാൻ പോകുന്നുവെന്ന് ഇന്ത്യയിലെ ഒരു മദ്യ കമ്പനി അറിയാതെ ഈ ഗൗതം മൽഹോത്രയുടെ എന്താ പറഞ്ഞ ഉത്തർപ്രദേശിലെ പ്രവർത്തിക്കുന്ന ഈ കമ്പനി മാത്രം എങ്ങനെ അറിഞ്ഞത്? ഓട്ടെ, കേരളത്തിൽ ഉണ്ട്, ഇല്ലേ കർണാടകത്തിലെ, ഇല്ലേ വേണ്ട പശ്ചിമ ബംഗാളിലെ, ഇവരാരും അറിയാതെ കേരളത്തിന്റെ മദ്യനയം മാറാൻ പോകുന്നു, മദ്യനയം മാറാൻ പോകുന്നു എന്ന ഇത് 4500 കിലോമീറ്റർ അകലെയുള്ള ഇവരെങ്ങനെ അറിഞ്ഞത്? പണ്ട് ശങ്കരനാരായണ സാർ ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റി പറയുമായിരുന്നു, പത്താഴത്തിൽ നെല്ലുണ്ടെങ്കിൽ മലബാറിൽ നെല്ലി വരും എന്ന് പറഞ്ഞ പോലെ ഇവരിവിടെ മനസ്സിൽ തുടങ്ങാൻ തുടങ്ങി. ഇന്ന് രാജേഷ് പറഞ്ഞതിൽ ഒരു കള്ളത്തരം അങ്ങ് മനസ്സിലാക്കേണ്ടത്, ഈ എലപ്പുള്ളിയിൽ അവിടെ 26 ഏക്കർ സ്ഥലം ഗൗതം മൽഹോത്രയ്ക്ക് വേണ്ടി വാങ്ങുന്നത് ഈ മദ്യനയം തിരുത്തുമെന്ന തീരുമാനം വരുന്നതിന് മുമ്പാ. എങ്ങനെയാ വാങ്ങുന്നത്? അവിടെ കോളേജ് തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് വാങ്ങുന്നത്. CR ഒക്കെ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പഠിച്ചതാണ്, അവർ പറയും. അപ്പോ കോളേജ് തുടങ്ങാൻ പോകുന്നുവെന്ന് നാട്ടുകാരനെ പറ്റിച്ചുകൊണ്ട് ഈ കമ്പനിക്ക് മദ്യനയം തിരുത്താൻ മനസ്സിൽ തോന്നുന്നതിന് മുമ്പ് തന്നെ ഗൗതം അദാനിക്ക് ഇതിന്റെ വിവരം കിട്ടി. എങ്ങനെയാ വിവരം കിട്ടിയത്? കണിയാന്റെ പണിയിൽ ഗണിച്ചൊന്നും എടുത്തല്ലോ. അപ്പോ ഇതിനകത്തൊക്കെ നടന്നിരിക്കുന്നത് ജനീഷെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ വലിയ അഴിമതി ഇതിന്റെ അകത്ത് നടന്നിരിക്കുന്നു.